നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് വടകര മണ്ഡലത്തിൽ ഒരു വർഗീയ ചേരിതിരിവൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള വ്യാജ കാഫിർ സ്ക്രീൻഷോട്ടിന് പിന്നിൽ ആരാണ്? CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ്റെ മകൻ ഉൾപ്പെടുന്ന സംഘമെന്നാണ് റവല്യൂഷണറി യൂത്ത് പറയുന്നത്. UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള ഷാഫി പറമ്പിലിനെതിരെ നടത്തിയ കാഫിർ വർഗീയ പ്രചരണം ഉൾപ്പെടെ സകല വർഗീയ അശ്ലീല പ്രചരണങ്ങളുടെയും കുന്തമുന സ്വന്തം വീടിൻ്റെ ഉമ്മറത്തേക്ക് എത്താറായപ്പോഴാണ് സർവകക്ഷി സമാധാന യോഗം വിളിക്കുവാൻ പി മോഹനൻ രംഗത്തെത്തിയത് എന്നാണ് റവല്യൂഷണറി യൂത്ത് ഇപ്പോൾ ഒരു പ്രസ്താവനയിലൂടെ ആരോപിച്ചിരിക്കുന്നത്. സ്വന്തം മകൻ ഉൾപ്പെടുന്ന സൈബർ സംഘത്തിൻ്റെ ബുദ്ധിയിൽ അതിൽ വിരിഞ്ഞ കാഫിർ വർഗീയ വിഷം ഭാര്യ ഏറ്റെടുത്ത് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചാൽ ജനം കണ്ണടച്ച് വിശ്വസിക്കുമെന്നും അതുവഴി ജനങ്ങളെ ഭിന്നിപ്പിച്ച് രാഷ്ട്രീയ ലാഭം കൊയ്യാമെന്നും കരുതിയ മോഹന് വടകരയിലെ ജനതയെ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. വടകരയുടെ മതേതര രാഷ്ട്രീയ ബോധത്തെ വർഗീയ അശ്ലീല പ്രചാരണം കൊണ്ട് വിലക്കെടുക്കുവാൻ കച്ചകെട്ടി ഇറങ്ങിയവരെ ജനം ഉടുമുണ്ടുരിഞ്ഞ് തെരുവിൽ വിചാരണ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് പി മോഹനൻ്റെ മനസ്സിൽ സർവകക്ഷി സമാധാന യോഗമെന്ന ബോംബ് പൊട്ടിയത് എന്ന് വേണമെങ്കിൽ പറയാം. 51 വെട്ടിനാൽ ചന്ദ്രശേഖരൻ്റെ രാഷ്ട്രീയത്തെ ഇല്ലാതാക്കാൻ നടത്തിയ അരുൺ കൊലയുടെ അതേ ക്രിമിനൽ ബുദ്ധി തന്നെയാണ് മോഹനൻ്റെ വടകര മോഹ സഫലീകരണത്തിനായിട്ട് സ്വന്തം കുടുംബം ഒന്നടങ്കം വടകരയിൽ അശ്ലീല വർഗീയ വിഷം തുപ്പാൻ ഇറങ്ങിയതിലൂടെ വ്യക്തമാകുന്നത് എന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവുമെന്നും അതേ കുറിപ്പിൽ പറയുന്നുമുണ്ടവർ. പി മോഹനൻ്റെയും CPMൻ്റെയും രാഷ്ട്രീയ കുബുദ്ധിക്ക് മുമ്പിൽ ആത്മാഭിമാനത്തോടെ മതേതരത്വം മുറുകെ പിടിച്ച് ജനാധിപത്യ പോരാട്ടത്തിന് നേതൃത്വം നൽകിയ ഒരു ജനതയെ ലീഗ് UDF നേതൃത്വം പണയം വെക്കരുത് എന്നുകൂടി ആ പോസ്റ്റിൽ പറയുന്നുണ്ട്. കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് വടകരയുടെ മതേതര രാഷ്ട്രീയ ബോധ്യത്തെ വർഗീയ അശ്ലീല പ്രചരണം കൊണ്ട് വിലക്കെടുക്കുവാൻ കച്ചകെട്ടിയിറങ്ങിയ അഭിനവ മാർക്സ് മുത്തപ്പന്മാരെ ജനം ഉടുമുണ്ടുരിഞ്ഞ് തെരുവിൽ വിചാരണ ചെയ്യാൻ തുടങ്ങിയപ്പോൾ CPMൻ്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ്റെ മനസ്സിൽ ഒരു ഒന്നൊന്നര ബോംബ് പൊട്ടി എന്നുള്ളതാണ്. വടകര പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിലിനെതിരെ നടത്തിയ കാഫിർ വർഗീയ പ്രചാരണം ഉൾപ്പെടെ സകല വർഗീയ അശ്ലീല പ്രചരണങ്ങളുടെയും കുന്തമുന നീണ്ടുപോകുന്നത് അദ്ദേഹത്തിൻ്റെ സ്വന്തം വീടിൻ്റെ ഉമ്മറത്തേക്ക് എത്താറായപ്പോഴാണ് അദ്ദേഹം സർവകക്ഷി സമാധാന യോഗം വിളിക്കുവാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന മോഹനൻ്റെ ചേതോ വികാരം എന്താണ് എന്ന് വടകരയിലെ രാഷ്ട്രീയ പ്രബുദ്ധരായ ജനങ്ങൾക്കറിയാം എന്ന് മനസ്സിലാക്കുക. സ്വന്തം മകൻ ഉൾപ്പെടുന്ന സൈബർ ക്രിമിനലുകളുടെ ബുദ്ധിയിൽ വിരിഞ്ഞ കാഫിർ വർഗീയ വിഷം അത് ഭാര്യ ഏറ്റെടുത്ത് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചാൽ ജനം കണ്ണുമടച്ച് വിശ്വസിക്കുമെന്നും അതുവഴി ജനങ്ങളെ ഭിന്നിപ്പിച്ച് രാഷ്ട്രീയ ലാഭം കൊയ്യാമെന്നുമൊക്കെ കരുതി ദിവാസ്വപ്നം കണ്ടുറങ്ങിയ മോഹന് പക്ഷേ വടകരയിലെ ജനങ്ങളെ അങ്ങോട്ട് മനസ്സിലായില്ല, ജനതയെ ഇനിയും മനസ്സിലായിട്ടില്ല. നമുക്കറിയാമല്ലോ, ചന്ദ്രശേഖരൻ 51 വെട്ടുപെട്ടിയ ചന്ദ്രശേഖരനെ രാഷ്ട്രീയത്തിൽ ഇല്ലാതാക്കാൻ നടത്തിയ അരുൺ കൊലയുടെ അതേ ക്രിമിനൽ ബുദ്ധിയാണ് ഇവിടെയും പ്രയോഗിച്ചത്. മോഹനൻ്റെ വടകര മോഹ സബലീകരണത്തിനായിട്ട് സ്വന്തം കുടുംബം ഒന്നടങ്കം വടകരയിൽ അശ്ലീല വർഗീയ വിഷം തുപ്പാൻ ഇറങ്ങിയപ്പോൾ വ്യക്തമാകുന്നത് ഇവിടുത്തെ എല്ലാ ജനങ്ങൾക്കും ഇത് മനസ്സിലായി എന്നുള്ളതാണ്. അവിടെ ലീഗാവട്ടെ, ലീഗിനോടൊപ്പം നിൽക്കുന്ന കോൺഗ്രസ് ആവട്ടെ, ഇവരെല്ലാവരും ഒരേ ഒരു അഭ്യർത്ഥന മാത്രമാണ് അവരോട് പറയാനുള്ളത്. പി മോഹനൻ്റെയും CPMൻ്റെയും രാഷ്ട്രീയ കുബുദ്ധിക്ക് മുന്നിൽ ആത്മാഭിമാനത്തോടെ മതേതരത്വം മുറുകെ പിടിച്ച് ജനാധിപത്യ പോരാട്ടത്തിന് നേതൃത്വം നൽകിയ ഒരു ജനതയെ നിങ്ങൾ പണയം വെക്കരുതേ എന്നാണ് റവല്യൂഷണറി യൂത്ത് ഒഞ്ചിയം ബ്ലോക്ക് കമ്മിറ്റി അറിയിക്കുന്നതും അഭ്യർത്ഥിക്കുന്നതും. രാഷ്ട്രീയ വിഷം തുപ്പുന്ന ഇത്തരത്തിലുള്ള വിഷസർപ്പങ്ങളെ ഒഴിവാക്കണമെന്ന് തന്നെയാണ് രാഷ്ട്രീയ റവല്യൂഷണറി യൂത്ത് മൂവ്മെൻറ്റ് പറയപ്പെടുന്നത്. അവരുടെ ആക്ഷേപങ്ങളല്ല ഇത്, അവരുടെ ആവശ്യങ്ങളാണ്. ചില ആവശ്യങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കി അതിനകത്തുള്ള പരാമർശത്തിൻ്റെ ഉള്ളിൽ എന്താണ് കണ്ടന്റ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തിനാണിപ്പോൾ ഒരു കാഫിർ പ്രയോഗം അവിടെ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയത്? വർഗീയ വിഷം തുപ്പുന്ന തരത്തിലേക്ക് ഒരു പേരിൻ്റെ മുസ്ലിം നാമധാരി ആയതുകൊണ്ട് മാത്രം ഷാഫി പറമ്പിലിനെതിരെ ഇത്തരത്തിലുള്ള കാഫിർ പ്രയോഗം നടത്തി അദ്ദേഹത്തിൻ്റെ വോട്ട് ബാങ്കുകളെ തകർക്കാൻ നടത്തിയ കുബുദ്ധി ഉണ്ടല്ലോ, അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. 51 വെട്ടിക്കൊന്ന ചന്ദ്രശേഖരനോട് കാണിച്ച അതേ നീതികേട് അത് തന്നെയാണ് ഷാഫി പറമ്പിലിനെതിരെയും കാഫിർ പ്രയോഗത്തിലൂടെ മുന്നോട്ട് വെക്കുവാൻ പി മോഹൻ്റെ കുടുംബമടക്കമുള്ള CPMകാരടക്കം സൈബർ ഗുണ്ടകൾ നടത്തിയത് എന്നുള്ളതാണ്. പക്ഷേ ഷാഫി പറമ്പിലിനെതിരെ നടത്തിയിട്ടുള്ള അത്തരത്തിലുള്ള പ്രചാരണങ്ങൾ ആയുധങ്ങളാക്കി അവർ നടത്തിയ ആഘോഷങ്ങൾ, രാഷ്ട്രീയ തേരോട്ടങ്ങളൊക്കെ ഒരിക്കലും വിജയത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. വിജയിക്കുവാൻ കഴിയുമായിരുന്ന കെ ശൈലജയെ പരാജയപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി തീരുന്നു ഈ ചെയ്തികൾ എന്ന് അവിടുത്തെ ജനം വിലയിരുത്തും.
അതിനുശേഷം വടകരയുടെ ജനങ്ങൾ ഒരു വിധി പറയും. ആ വിധി അറിയുമ്പോൾ ഞെട്ടരുത് മോഹനും മോഹനൻ്റെ മകനും അടങ്ങുന്ന CPM അന്തം കമ്മികൾ ഞെട്ടിപ്പോകരുത് എന്നാണ് യൂത്ത് റവല്യൂഷനുടെ മുന്നറിയിപ്പ് എന്നുള്ളത്. മനസ്സിലാക്കുക, നിങ്ങൾ ഇനിയും ജനതയെ മനസ്സിലാക്കിയിട്ടില്ല. CPMകാരൻ മനസ്സിലാക്കേണ്ടത് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് മലയാളിയെ. കേരളത്തിൻ്റെ ജനതയെ ഇങ്ങനെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്, തരം താഴ്ത്തി കാണാൻ ശ്രമിക്കരുത്. അത് നിങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്നുള്ള കാര്യം വരും കാലങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാവുക തന്നെ ചെയ്യും. അതുകൊണ്ട് ജനതയെ മനസ്സിലാക്കാൻ ഒന്ന് ശ്രമിക്കൂ.